ഹായ് ഓൾ, ഇന്നത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് 73 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡേ ക്യാൻഡിൽ കണ്ടിട്ട് ഇന്നൊരു ബെയറിഷ് മോഡാണ്, അല്ലെങ്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് അപ്പിൽ നിന്ന് നേരെ താഴേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്നത്. സോ നമ്മുടെ 25,570 ഈ ബോക്സിന് ബോട്ടത്തിൽ അടുത്തായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ഒരു റിസ്കി ട്രേഡ് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു. 25,500 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് റിജക്ട് ചെയ്ത് മുകളിലോട്ട് പോയി. നമ്മൾ മുകളിലോട്ട് ട്രേഡ് എടുത്തില്ല, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ബിയറിഷ് വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ബോട്ടത്തിൽ വന്ന് എന്ത് സംഭവിക്കുന്നു നോക്കാന്ന് കരുതി അവിടെ പോലും എത്തില്ല. അതിനു മുമ്പേ എന്ത് ചെയ്തു, ക്യാൻഡിൽ റിജക്ട് ചെയ്ത ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് കിട്ടി. സോ നമുക്ക് ചെറിയൊരു റിസ്ക് എടുത്തുകൊണ്ട് ഇവിടെയും വേണമെങ്കിൽ 25,570 മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ട്രേഡ് ഇവിടെ എടുക്കാമായിരുന്നു. വീണ്ടും 25,500 നിന്ന് 25,570 മാർക്കറ്റ് പോയി. 25,570 നിന്ന് താണ്ട ആ ബോക്സിന്റെ ബോട്ടത്തിൽ ചെന്ന് ടച്ച് ചെയ്തിട്ട് അവിടുന്ന് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 25,570 മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി 25,500 വരെ. വീണ്ടും ഈ മാർക്കറ്റ് കുറേ ടൈം ഈ 25,500 25,570 ഇടയിൽ സസ്റ്റെയിൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ വീണ്ടും 25,570 നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ, ആ ക്യാൻഡിൽ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ലൊരു ബിയറിഷ് സെന്റിമെന്റ് ആണ് കാണിക്കുന്നത്. സോ 25,570 മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 25,500 പോലും സസ്റ്റെയിൻ ചെയ്തില്ല. നേരെ 25,414 മാർക്കറ്റ് വന്നു. 416 നമ്മുടെ ലൈൻ കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്തു. പിന്നീട് ദാണ്ട 25,400 25,459 ആ ഒരു റേഞ്ചിനിടയിൽ കിടന്ന് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നൊന്ന് മുകളിലോട്ട് പോയത് 25,460 കട്ട് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽസ് വന്ന് മുകളിലോട്ട് പോയി. ഇവിടെ ഒന്നും നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല, കാരണം ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാനോ അടുത്തൊരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ഒന്നുമില്ല. സോ മാർക്കറ്റ് 25,493 അതായത് ഇന്ന് ക്ലോസ് ചെയ്തത് 25,496 ക്യാൻഡിൽ 493 കാണിക്കുന്നുണ്ടെങ്കിലും 496 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ഡേ ക്യാൻഡിൽ ഒന്ന് പരിശോധിക്കാം. ഇന്നത്തെ ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ഡേ ക്യാൻഡിലിന്റെ ക്ലോസിങ്ങിനേക്കാളും ഒരല്പം മുകളിലാണ്. 25,500 താഴെയായിട്ടാണ്, പക്ഷെ എന്നാലും ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. 25,500 സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. സോ നാളെ 25,500 എന്ത് സംഭവിക്കുന്നെന്ന് നോക്കണം. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ 25,500 സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ടാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 25,570. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ 25,650. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25,687. 25,687 സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,764. ഇനി 25,500 സസ്റ്റെയിൻ ചെയ്യുന്നില്ല, മാർക്കറ്റ് താഴേക്കാണെങ്കിൽ 25,416 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. 25,333 അടുത്ത നമുക്ക് സപ്പോർട്ട് ഉള്ളത്. മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് ഓപ്പണിൽ 25,500 25,570 ഇടയിലുമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ മുകളിലോട്ടാണെങ്കിൽ 25,570 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു ട്രേഡ് ഉള്ളൂ. അല്ലെങ്കിൽ 25,500 വീണ്ടും മാർക്കറ്റ് വന്ന ശേഷം 25,500 നിന്ന് നല്ലൊരു അപ്സൈഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക.
ഇന്നത്തെ OA അനാലിസിസ് നോക്കുകയാണെങ്കിലും 25,600 നല്ല കാൾ റേറ്റിംഗ് ഉള്ളതായിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. സോ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.